എല്ലാവർക്കും നമസ്കാരം. എം ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഡോക്ട്രിൻ എന്ന ടേം നമ്മൾ മനസ്സിലാക്കണം. ഡോക്ട്രിൻ എന്ന ടേം എന്താണ് എന്ന് ആദ്യം തന്നെ അറിയണം. അപ്പൊ എന്താണ് ഈ ഡോക്ട്രിൻ എന്ന് വെച്ചാൽ എന്താണ്? ഡോക്ട്രിൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രിൻസിപ്പിൾ എന്നാണ്. ഡോക്ട്രിൻ എന്ന് വെച്ചാൽ എന്താണ്? കുറെ പ്രിൻസിപ്പിൾ എന്നൊരർത്ഥമാണ് ഡോക്ട്രിന് ഉള്ളത്. പ്രിൻസിപ്പിൾ എന്നാണ് ഡോക്ട്രിന്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു നിയമപ്രകാരം നിലവിലുള്ള കുറച്ച് റൂൾ എന്നാണ് ഈ ഡോക്ട്രിന്റെ അർത്ഥം. അപ്പൊ ഡോക്ട്രിൻ എന്ന് വെച്ചാൽ എന്താണ്? ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്ക് ആണ്, സെറ്റ് ഓഫ് കുറെ റൂൾസ് ആണ്. സെറ്റ് ഓഫ് റൂൾസ് ആണ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പ്രൊസീജിയറൽ സ്റ്റെപ്സ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫൺ ടേംസ് കാണും. അപ്പൊ ഇതെന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ ആണ് എന്നൊരർത്ഥമാണ്. ഇത് കുറച്ച് റൂള് പ്രകാരം പ്രവർത്തിക്കുന്നു എന്നൊരർത്ഥമാണ് ഈ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ നിയമപ്രകാരം നിലവിലുള്ള ഒരു നിയമം, ഒരു റൂള് എന്നാണ് ഡോക്ട്രിന്റെ അർത്ഥം. ഇനി എന്താണ് അൾട്രാ വയേഴ്സ് എന്ന മീനിങ്? അൾട്രാ വയേഴ്സ് എന്ന് വെച്ചാൽ ഒരു ലാറ്റിൻ വേർഡാണ്. എന്താണ്? ലാറ്റിൻ വേർഡാണ്. അൾട്രാ മീൻസ് ബിയോണ്ട് എന്നാണ്. വയേഴ്സ് മീൻസ് പവർ എന്നാണ്. അപ്പൊ അൾട്രാ വയേഴ്സ് എന്ന് വെച്ചാൽ ബിയോണ്ട് ദി പവർ എന്നാണ് അർത്ഥം. അപ്പൊ അൾട്രാ എന്ന് വെച്ചാൽ എന്താണ് മീനിങ് വരുന്നത്? അൾട്രാ ബിയോണ്ട് എന്നും വയേഴ്സ് എന്ന് വെച്ചാൽ പവേഴ്സ് എന്നുമാണ്. അപ്പൊ അൾട്രാ വയേഴ്സ് ബിയോണ്ട് ദി പവർ എന്നാണ്. അധികാരത്തിൽ കവിഞ്ഞത് എന്നൊരർത്ഥമാണ് അൾട്രാ വയേഴ്സ് എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് വരുന്നത്. അധികാരത്തിൽ കവിഞ്ഞത്. അപ്പൊ കുറച്ച് നിയമമുണ്ട്. ഈ നിയമത്തിലും പറയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ഈ നിയമം അല്ലെങ്കിൽ കുറച്ച് റൂള് ഈ ഡോക്ട്രിൻ പറയുന്നു, കുറച്ച് റൂളുകൾ പ്രസ്താവിക്കുന്നു. ഈ നിയമത്തിന് വിരുദ്ധമായി എന്തൊക്കെയോ പ്രവർത്തിക്കുന്നു എന്നാണ് ദ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്നതിന്റെ അർത്ഥം വരുന്നത്. ക്ലിയർ ആണ്? അപ്പൊ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്താണ് എന്ന് മനസ്സിലായി. ക്ലിയർ ആണ്? ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്താണ് എന്നൊരു മീനിങ് പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ. അപ്പോ അതായത് കുറച്ചും കൂടി ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ അധികാരങ്ങൾക്കപ്പുറം എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. കോർപ്പറേറ്റ് നിയമത്തിലെ അടിസ്ഥാന നിയമ തത്വമാണ്. അപ്പൊ ഒരു കമ്പനി അതിന്റെ ഭരണഘടന അല്ലെങ്കിൽ അതിന്റെ ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അത് നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങളുടെ അധികാരങ്ങളുടെ പരിധിക്ക് പുറത്ത് നടത്തുന്ന എല്ലാ പ്രവൃത്തി, ഇടപാട് അസാധുവായി കണക്കാക്കുന്നു. അപ്പോ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. To detect that any actions or transaction conducted by a company outside the scope of its defined objectives and powers. അപ്പൊ ഈ ഒരു കമ്പനി നിയമം, കമ്പനിക്ക് കമ്പനിയുടേതായ നിയമങ്ങൾക്കാണ്. അതിന് നമുക്ക് അതിന്റെ ഭരണഘടനയെന്നോ അതിന്റെ റൂൾ എന്നോ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നോ ഒക്കെ വിളിക്കാം. അപ്പൊ ആ ഒരു നിയമത്തിന് വെളിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നോ ചാർട്ടർ എന്നോ ഒക്കെ പറയാം. കമ്പനി നിയമത്തിൽ അതിന് വെളിയിലാണ് ഇത് നടക്കുന്നതെങ്കിൽ ദിസ് ഇസ് നൾ ആൻഡ് വോയിഡ്. ഇത് നള്ളായിരിക്കും, ഇത് നടപ്പിൽ വരില്ല, ഇത് നള്ളാണ് അല്ലെങ്കിൽ ഇത് വോയിഡ് ആണ്, ഇത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. നിയമപരമായി അനുവദിച്ചിരിക്കുന്ന അധികാര പരിധിക്കുള്ളിൽ കോർപ്പറേറ്റ് പ്രവർത്തനങ്ങൾ തുടരുന്നു എന്ന് ഉറപ്പാക്കുന്നതാണ് ഈ സിദ്ധാന്തം. ഓഹരി ഉടമകളെയും മറ്റ് ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തവരെയൊക്കെ സംരക്ഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യ കാലഘട്ടത്തിൽ അവതരിക്കപ്പെട്ടത് UK-യിലാണ് അല്ലെ. ഇത് ആരെയൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്. അപ്പോ കമ്പനിയുടെ ഇന്റഗ്രിറ്റിയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ലീഗലി ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഈ കമ്പനിക്ക്.
ആ ലീഗലി തന്നെ ഇത് നടത്തുന്നുണ്ടോ എന്ന് നോക്കുന്നു. അല്ലാതെ ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അത് തടയുകയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യകാലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് UK, യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. 17th സെഞ്ചുറിയിലാണ് UK-യിലായിരുന്നു ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോ ജുഡീഷ്യൽ തീരുമാനങ്ങളിലൂടെ പിന്നീട് ഇത് വികസിക്കപ്പെട്ടു. ഇത് 17ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നിയമമാണ്. പല രീതിയിൽ ഇത് പരിഷ്കരിച്ചു. കമ്പനി പ്രവർത്തിക്കുന്നതിന്, അവയുടെ നിയമാനുസൃത നിലനിർത്തുന്നതിന് ഒക്കെ ഇത് കൃത്യമായി എന്ത് ചെയ്തു, ഫോം ചെയ്യപ്പെട്ടു. കമ്പനി കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ, കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒക്കെ ഇത് പ്രോപ്പറായിട്ട് പിന്നീട് ഇത് ഷേപ്പ് ചെയ്തെടുത്തു. ഫ്രെയിംവർക്ക് കൃത്യമായി മാറ്റിയെടുത്തു. 17ാം നൂറ്റാണ്ടില് UK-യിലാണ് ഇത് നിലവിൽ വന്നത്. ഓക്കെയാണ്. അപ്പോൾ കമ്പനിക്കോ അതിന്റെ പ്രതിനിധികൾക്കോ അവർക്ക് നൽകിയിട്ടുള്ള അധികാരത്തെ കവിയുന്ന ഏതെങ്കിലും ഒരു ഇടപാട്, എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്താൽ ആണ് അൾട്രാ വയറായി പറയുന്നത്. അൾട്രാ വയർ എന്ന് വെച്ചാൽ അത് വോയിഡ് ആണ്, നള്ളാണ്. ഇങ്ങനെ ഒരു സംഭവം പറ്റത്തില്ല, ഇതാണ് പറയുന്നത്. അപ്പോ ഇത്തരം പ്രവർത്തനങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇത് റെസ്ട്രിക്ട് ദ കമ്പനി ഫ്രം യൂസിങ് ഇൻവെസ്റ്റ് ഫണ്ട്സ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് കൃത്യമായി കൃത്യമായിട്ടാണോ, ഈ നിയമപ്രകാരമാണോ ഉപയോഗിക്കുന്നത് എന്ന് നോക്കും. അപ്പൊ കമ്പനിയിൽ ഒരുപാട് ആളുകൾ, ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. അവരിഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ ഒക്കെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും. അവര് ആ കമ്പനിയുടെ നിയമം അനുസരിച്ചിട്ടാണ് നിക്ഷേപിച്ചത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ തന്നെയാണോ ഇത് പ്രവർത്തിക്കുന്നത് എന്നവർ നോക്കും. ഇനി മെമ്മറാണ്ടത്തില് വ്യക്തമാക്കിയിട്ടില്ലാത്ത ആവശ്യങ്ങൾക്കായി ഈ നിക്ഷേപ ഫണ്ടുകൾ ഉപയോഗിച്ചാൽ ഇത് കമ്പനിയെ നിയന്ത്രിക്കുന്നു. വേറെ എന്തിനെങ്കിലും ഒക്കെ ഈ ഫണ്ട് എടുത്ത് ഉപയോഗിച്ചാല് കമ്പനി എന്ത് ചെയ്യും, നിയന്ത്രിക്കും. അതായത് നിക്ഷേപകർക്ക് അവരുടെ പണം ഉദ്ദേശിച്ച പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഉറപ്പിക്കാം. ക്ലിയർ ആണ്? അപ്പോ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബി കൺഫോം ചെയ്യാം, കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാം. എന്ത് ചെയ്യാം, അവരുടെ മണി എന്ത് ചെയ്യുന്നില്ല, വേറൊരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല, ഇന്റൻഡഡ് ആക്ടിവിറ്റീസിന് മാത്രമാണ് അവരുടെ പണം ചിലവാക്കുന്നത് എന്ന് ഈ ഒരു അൾട്രാ വയേഴ്സ് റൂൾ ഉള്ളത് കൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഉറപ്പായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എപ്പോഴും വന്നിരുന്ന് നോക്കണം എന്നില്ല. ഷെയർ ഹോൾഡേഴ്സ് അവര് പൈസ നിക്ഷേപിച്ചു, അവർ അവരുടേതായ കാര്യങ്ങളിൽ ബിസിയായി വേറെ പോകുന്നു. സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആയിരിക്കാം. അപ്പോ അവർക്കൊരു ഉറപ്പുണ്ട്. കാര്യം മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കമ്പനി പ്രവർത്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് പ്രവർത്തിച്ചാൽ അത് അൾട്രാ വയേഴ്സ് ആണ്, അത് ലീഗൽ അല്ല, ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ്. ഇനി കമ്പനിയുടെ സാമ്പത്തികമായ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഉപയോഗിച്ചു പോകണം. അല്ലെങ്കിൽ അത് ഇല്ലീഗമാണ്. അനധികൃത ചെലവുകളിൽ നിന്ന് നമ്മുടെ കമ്പനിയെ സംരക്ഷിക്കുന്നതും കമ്പനി ഉടമകൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ അൾട്രാ വയേഴ്സ് ആണ്. അപ്പൊ കമ്പനിയുടെ ആസ്തിയൊക്കെ ദുരുപയോഗം ചെയ്ത് അങ്ങ് ഉള്ള പണമൊക്കെ ഇല്ലാണ്ടായി പോകാം, അല്ലെ? വേറെയൊക്കെ ചിലർ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള ഒത്തിരി പൈസ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ ഇവർ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്ത് നല്ല പൈസ കിട്ടുന്നുണ്ട്, അപ്പുറത്ത് ഒരു ഇൻവെസ്റ്റർ തുടങ്ങിയിട്ടുണ്ട്, അയാളിലോട്ട് കൊണ്ടിട്ടാൽ ഈ പണം ഇരട്ടിപ്പാകും, എങ്കിൽ അങ്ങോട്ട് കൊണ്ടിടാം എന്ന് കുറച്ച് ഡയറക്ടേഴ്സ് വിചാരിച്ചിട്ട് കൊണ്ടിടാൻ പാടില്ല. കാര്യം ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനി തുടങ്ങുമ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്. അതിനകത്ത് അവർ പറഞ്ഞിട്ടില്ല പണം കൊണ്ടുപോയി അപ്പുറത്ത് ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പണം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയി കോടിക്കണക്കിന് അപ്പുറത്തോട്ടിടും, അയാൾ ആ പൈസ ആയിട്ട് മുങ്ങും, അവസാനം കമ്പനി നഷ്ടത്തിൽ പോകും. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് മൊത്തത്തിൽ നഷ്ടമായി പോകത്തില്ലേ? അവർ പോലും അറിയാതെ കുറച്ച് ഡയറക്ടേഴ്സ് കൊണ്ടുപോയി പണം അപ്പുറത്ത് നിക്ഷേപിച്ചു. ഇവര് പിന്നെ ആയിരിക്കും പറയുന്നത്, അയ്യോ ഞങ്ങൾ വിചാരിച്ചു കുറെ പൈസ കിട്ടും, അങ്ങനെ ഞങ്ങൾ പോയി നിക്ഷേപിച്ചതാണ്. അപ്പൊ അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന് സംരക്ഷണം ഈ ഒരു അൾട്രാ വയേഴ്സ് ഉള്ളത് കൊണ്ട്, ഇല്ലീഗൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് ഇവർക്ക് പറയാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കമ്പനിക്ക് ഒരു യഥാർത്ഥ ലക്ഷ്യം കാണും. ഓക്കെയാണ്. അപ്പോൾ ഡോക്ട്രിൻ സേഫ് ഗാർഡ്സ് എഗൻസ്റ്റ് അൺഓതറൈസ്ഡ് സ്പെൻഡിങ് ദാറ്റ് കുഡ് ഹാം ദ കമ്പനീസ് ഫിനാൻഷ്യൽ ഹെൽത്ത്. അപ്പോൾ അനാവശ്യമായി ഇപ്പോൾ ചിലർക്ക്, ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒരു 10 ഡയറക്ടർ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് 5 പേര് അവിടെ ഡയറക്ടറായിട്ട് കൃത്യമായി വർക്ക് ചെയ്യുന്നവരാണ്. 5 പേര് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ആണ്, ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണ്. ഇവരിവിടെ വരുന്നതൊന്നുമില്ല, കാര്യം അവർക്ക് വേറെ ബിസിനസ് ഉണ്ട്. കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റിംഗ് മാത്രമേ ഇവരുടെ ഡ്യൂട്ടി ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 5 ഇൻവെസ്റ്റേഴ്സ്
ഇവര് വേറൊരു ബിസിനസ്, ഇവിടെ നല്ലൊരു കമ്പനി, ഇഷ്ടം പോലെ പൈസ കിട്ടുന്നു. അപ്പൊ ഇവര് വിചാരിക്കും നമുക്ക് വേറൊരു കമ്പനി, ഇതിന്റെ ലാഭം കൊണ്ട് നമുക്ക് വേറൊരു കമ്പനി അങ്ങ് തുടങ്ങാം എന്നിവർ വിചാരിക്കുന്നു. എന്നിട്ട് ഇവർ ഇവിടുന്ന് കോടിക്കണക്കിന് രൂപ ഇപ്പുറത്തോട്ട് മറിച്ച് എന്ത് ചെയ്യുന്നു, ഇവർ വലിയൊരു ബിസിനസ് വേറെ തുടങ്ങുന്നു. അവസാനം ഇവരുടെ ബിസിനസ് നഷ്ടത്തിലാകുന്നു. അന്നേരം ഈ ഷെയർ ഹോൾഡേഴ്സ് ഇതറിഞ്ഞായിരുന്നോ? ഇവര് വേറെ ഇത് മറിച്ച് തുടങ്ങിയത്, അങ്ങോട്ട് തുടങ്ങി, ആ പൈസ എല്ലാം അപ്പുറത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, അത് പൊട്ടിപ്പോയി. അപ്പൊ ഇവരും കൂടെ അത് അനുഭവിക്കേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള കമ്പനി മൊത്തത്തിൽ തകരാറായി പോകും. അപ്പൊ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അൾട്രാ വയർസ് ആണ് രക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ 5 ഡയറക്ടർ ഉണ്ട്, അതിനകത്ത് ഒരാൾക്ക് വലിയ കട, അയാൾ വീട് വെച്ച് അയാൾക്ക് കടവായിപ്പോയി. അപ്പൊ ഇയാൾ പറയുകയാണ്, ഇപ്പൊ നല്ല പൈസ ഉണ്ടല്ലോ കമ്പനിക്ക്, ഒരു 5 മാസത്തേക്ക് എനിക്കൊന്ന് തരൂ, ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പൈസ മുഴുവൻ എടുത്തുകൊണ്ട് പോയി അയാളുടെ കടം മാറ്റുന്നു. അങ്ങനെ പോകാൻ പറ്റില്ല. കാര്യം ഡോക്ടർ ഓഫ് അൾട്രാ വയർസ് പറയുന്നത് കമ്പനിക്ക് ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, അത് പ്രകാരം മാത്രമേ കമ്പനി വർക്ക് ചെയ്യാവൂ. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടില്ല ഇങ്ങനെ ഒരാൾ പണം എടുത്തുകൊണ്ട് പോകൂ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ ഇത് സംരക്ഷിക്കുന്നത്. മിസ്യൂസിങ് എ കമ്പനീസ് അസറ്റ്സ് ക്യാൻ ലീഡ് ടു ഇൻസോൾവൻസി, ലീവിംഗ് ക്രെഡിറ്റേഴ്സ് അൺപെയ്ഡ്. അതായത് ഇത് കടക്കാർക്ക് പണം നൽകേണ്ടതില്ല, കമ്പനിയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് സിദ്ധാന്തം തടയും, നിർവചിക്കപ്പെട്ട പരിധിക്കുള്ളിൽ അവർ പ്രവർത്തിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കുന്ന ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നു. അപ്പൊ കമ്പനി കൈകാര്യം ചെയ്യുന്നതിൽ അവരുടെ അധികാരത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സംരക്ഷിക്കുന്നു. ക്ലിയർ ആണ്? അപ്പൊ മൊത്തത്തില് ഈ ഡോക്ടർ ഓഫ് അൾട്രാ വയർസ് ഉള്ളത് കൊണ്ട് പണം കാണുമ്പോൾ പലതും ചെയ്യാമെന്ന് ഇവർക്കൊക്കെ തോന്നിയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കമ്പനി റൂൾ പ്രകാരം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. Our additional, this doctrine prevents directors from straying from the company's original purpose, ensuring they operate within defined boundary. ആ ബൗണ്ടറിക്കുള്ളിൽ തന്നെ നിന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണ്? ഇനി they always check their actions, helping them understand the scope of their authority and responsibility in managing this company. അപ്പൊ എപ്പോഴും കമ്പനിയുടെ ഉദ്ദേശം, അനുവദനീയമായ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ടാണോ ഇത് പ്രവർത്തിക്കുന്നത്, ഇതിന്റെ ഒബ്ജക്റ്റീവ് ക്ലോസിൽ അത് പറയുന്നതിന് പ്രകാരമാണോ ഇത് പ്രവർത്തിക്കുന്നത്, ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഈ ഒരു അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അൾട്രാ വയേഴ്സ് എന്ന് പറയുമ്പോൾ എനി ആക്ട് പെർഫോംഡ് ബിയോണ്ട് സ്കോപ്പ് ഓഫ് പവേഴ്സ് ആണ്. കമ്പനി ഒരു പ്രോപ്പർ ഡോക്യുമെന്റ്സ് കാണും, ആ ഡോക്യുമെന്റ്സ് അനുസരിച്ച് മാത്രമേ കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കമ്പനിയുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഞാനൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ കമ്പനി എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് ഞാൻ കൃത്യമായി എഴുതണം. ഞാനിപ്പോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് തുടങ്ങുന്നത്, ഇവിടെ കോളേജാണ്, ഈ കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ കുറെ കുട്ടികൾ വരും, എഞ്ചിനീയറിംഗ് കോളേജാണ്, അപ്പൊ എഞ്ചിനീയറിംഗ് കുട്ടികളെ പഠിപ്പിക്കുകയാണ്, ബിടെക്, അത് പലതരം കോഴ്സുകൾ കാണും, അവിടെ കൃത്യമായി പഠിപ്പിക്കുന്നു, അവർക്ക് ലാബുണ്ട്, അവർക്ക് എന്തൊക്കെ വേണം അതെല്ലാം അവിടെ വേണം. അപ്പോൾ കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് കോളേജിൽ കുറെ അധ്യാപകരുണ്ട്, HOD മാരുണ്ട്, പ്രിൻസിപ്പൾ ഉണ്ട്, അപ്പൊ ലൈബ്രറി ഉണ്ട്, കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, കുട്ടികൾക്ക് ക്യാൻറ്റീൻ ഉണ്ട്, അങ്ങനത്തെ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊരു കോളേജായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും എഴുതി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ MOA തയ്യാറാക്കി. അപ്പൊ ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയും ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തിനാണ് നമ്മൾ ഈ ഒരു കാര്യം ഈ ഒരു കോളേജ് സ്ഥാപിച്ചേക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കൽ, ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര കോഴ്സുകളുണ്ട്, എന്തൊക്കെ ഫെസിലിറ്റി വേണം, എത്ര രൂപയാണ് ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത്, എല്ലാം നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കും. അപ്പൊ ഷെയർ തരും, കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് ആണ്, അപ്പൊ കുറെ പേര് ഇത്ര രൂപ അതിനനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിനെ ഫിക്സ് ചെയ്യും. അവർ ഈ ഒരു ഡോക്യുമെന്റ്സ് അനുസരിച്ചാണ് ഇതിനകത്ത് ജോയിൻ ആകുന്നത്. അപ്പൊ എല്ലാം ജോയിൻ ഒക്കെ ആയി 2-3 വർഷം നല്ല രീതിയിൽ പ്രവർത്തിച്ചു, ഇഷ്ടംപോലെ കുട്ടികൾ ജോയിൻ ആയി. അപ്പൊ നമ്മുടെ കോളേജ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ ലാഭമുണ്ടായ ഞാനാണ് കമ്പനി തുടങ്ങിയത്, ഒത്തിരി ഷെയർ ഹോൾഡേഴ്സ് ഇപ്പുറത്തുണ്ട്, അപ്പൊ വലിയ ലാഭത്തിലാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുട്ടികളെ എന്ത് ചെയ്യാം,
രാവിലെ വേറൊരു തൊഴിലിന് വിടാം, അങ്ങനെ പറഞ്ഞാൽ അത് അൾട്രാ വയേഴ്സ് ആണ്. അല്ലെങ്കിൽ ആദ്യമേ എഴുതണമായിരുന്നു. അതിനനുസരിച്ചാണ് കുട്ടികൾ ഇവിടെ കോളേജ് വരുന്നത്. കോളേജ് വന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞില്ല നിങ്ങൾ നിർബന്ധമായി ഇന്ന ജോലി ചെയ്യണം എന്ന്. അപ്പോൾ ഇവരെവിടെ പഠിക്കാൻ വന്നാൽ പഠിത്തം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതും ഇതുമൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യിക്കാൻ പറ്റില്ല. ഇനി കുട്ടികളെ ഉപദ്രവിക്കാതെ നമ്മൾ അവരുടെ മണി, നമുക്ക് കുട്ടികളുടെ ഇത്ര ലക്ഷം ഡിപ്പോസിറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഈ പൈസ നമ്മൾ കോളേജിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഞാൻ പറയുകയാണ് എനിക്ക് വേറൊരു ബിസിനസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്റെ കടം തീർക്കാൻ ഞാൻ എടുക്കണമെന്നോ അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ എന്താണ് ഈ അൾട്രാ വയസ്സാണ്. ആദ്യ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്നത് MOA പറയുന്നത് ഇതൊരു കോളേജാണ്, അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ ഇത് ആ ഒരു പ്രവർത്തനം മാത്രമേ ഇവിടെ നടത്താൻ പറ്റൂ. അല്ലാതെ മറ്റൊരു പ്രവർത്തനമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഇതങ്ങ് അടച്ചുപൂട്ടാം, അങ്ങനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ മണി എന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിന് ആദ്യം എഴുതി തയ്യാറാക്കിയ രീതിയിൽ ആ കമ്പനി ആക്ട് പ്രകാരമേ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു കോർപ്പറേഷൻ, ഒരു കമ്പനി അതുപോലെയാണ്. ഇപ്പൊ ഞാനൊരു എണ്ണ ഫാക്ടറി തുടങ്ങിയാൽ എണ്ണയാണ് ഇവിടെ ഉത്പാദിപ്പിക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറയുകയാണ് എണ്ണയുടെ കൂടെ വേറൊരെണ്ണം കൂടെ ഉത്പാദിപ്പിക്കാന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത MOA തയ്യാറാക്കി അതിനനുസരിച്ചാണ്. അല്ലാണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അടുത്തത് ഉത്പാദിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ കോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത് സ്പെസിഫിക് പർപ്പസിനാണ്. അത് ലീഗലി അലോ ചെയ്തിരിക്കുന്നു. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് മറ്റൊരു അതിന്റെ അധികാരത്തിന് വെളിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദ ആക്ട് ഈസ് ഇൻവാലിഡ് ആയി പോകും. ആക്ട് എന്തായും പോകും? ഇൻവാലിഡ് ആയി പോകും, അൺഎൻഫോഴ്സിബിൾ ആയി പോകും. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് പറയുകയാണ്, ഇപ്പൊ 10 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, 10 പേരും അംഗീകരിച്ചു. ശരി, നമ്മളിപ്പോ ഇവിടെ എണ്ണ ഫാക്ടറി തുടങ്ങി, ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫാക്ടറി കുറച്ചും കൂടെ നമുക്കിവിടെ കുറെ പൊരിപ്പ് ഐറ്റംസ് ഉള്ള ഒരു ഫാക്ടറി കൂടി ആക്കി മാറ്റാം എന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫുള്ള് പറയുന്നു. പക്ഷേ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഇത് എഴുതിയിട്ടില്ല എങ്കിൽ ഇത് അങ്ങനെയാണ്, ഇതിന് ലൈസൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി ലീഗലി അക്സെപ്റ്റ് ആയിട്ടിരിക്കുന്നത്. വീണ്ടും ഇത് അടുത്തത് തയ്യാറാക്കി MOA ഒക്കെ തയ്യാറാക്കിയാൽ മാത്രമേ ഇത് വർക്ക് ആക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ബാക്കി എല്ലാ ഷെയർ ഹോൾഡേഴ്സും അംഗീകരിച്ചില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. മുഴുവൻ ഷെയർ ഹോൾഡേഴ്സ് 100% ആളുകൾ അംഗീകരിച്ചാലും നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ഇല്ലീഗലായി മാറും. നിങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തരാം. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സംശയത്തിലേക്ക് പോകും. എന്താ എല്ലാവരും അംഗീകരിച്ച് അങ്ങ് മാറിക്കൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ അധികാരത്തിന് പുറത്താണ്. നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ ആദ്യം തയ്യാറാക്കുന്നത് MOA ആണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ പിന്നീട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ മാത്രമേ ആഡാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഒരു സാധനം അത് ഇന്ന പർപ്പസിന് വേണ്ടി ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് നമ്മൾ തുടങ്ങുമ്പോൾ അതിനുള്ള പർപ്പസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ലൈസൻസ് എടുത്തേ പറ്റൂ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ വീടുകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഞ്ചായത്തിലൊക്കെ പോയി പെർമിഷൻ എടുക്കാറുണ്ട്. ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അങ്ങനെയാണ് പെർമിഷൻസ് എടുക്കേണ്ടി വരാറുണ്ട്. ഓക്കെയാണ്. അപ്പോ ഈ കാര്യങ്ങൾ പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ കമ്പനി ജീവനുള്ളതല്ല, ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ കമ്പനിക്ക് MOA ആണ് അതിന്റെ അടിസ്ഥാനം. നമ്മൾക്ക് എന്ന് വെച്ചാൽ നാച്ചുറൽ ലീഗൽ പേഴ്സൺ ആണ്. നാച്ചുറൽ ലീഗൽ പേഴ്സൺ നമുക്ക് ചിന്തിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള വ്യക്തികളാണ്. അപ്പൊ നമുക്ക് കുറച്ച് റൂളുകൾ, ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് ഇന്നതൊക്കെ തെറ്റാണ്, ഇന്നതൊക്കെ ശരിയാണ് എന്നറിയാം. നമുക്കിപ്പോ നടന്നുപോയി ഒരാൾ നമ്മളെ അടിച്ചു എങ്കിൽ അയാളെ അങ്ങ് കൊല്ലാം എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ ലീഗൽ റൂളുകളുണ്ട്. ഒരാളെ കൊന്ന ഇത്ര കാലം ശിക്ഷയാണ്. അപ്പൊ അങ്ങനെ കുറെ റൂളുകളുണ്ട്. ആ റൂളിനനുസരിച്ചാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുപോലെ കമ്പനിയും വർക്ക് ചെയ്യാൻ കമ്പനിക്ക് കുറെ റൂളുകളുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ കമ്പനി ആക്ട് പ്രകാരം പ്രത്യേക റൂളുകളുണ്ട്. അല്ലാണ്ട് ഈ കമ്പനിക്ക് സ്പെഷ്യൽ പർപ്പസ്, സ്പെഷ്യൽ എന്തിനാണ് ഈ കമ്പനി ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ കമ്പനി വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരു കമ്പനിയുടെ അംഗീകാരം എല്ലാം കിട്ടി, ആ കമ്പനി നന്നായി വർക്ക് ചെയ്തു, കുറച്ചു നാൾ കഴിയുമ്പോൾ വലിയ ലാഭമുള്ള പരിപാടി സ്മഗ്ലിംഗ് ആണ്, അല്ലെങ്കിൽ കള്ളക്കടത്താണ്, അതല്ലെങ്കിൽ മയക്കുമരുന്ന് ഉണ്ടാക്കലാണ് എന്ന് കരുതി കമ്പനി അങ്ങ് മാറി അടുത്തത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഷെയർ ഹോൾഡേഴ്സ് മുഴുവൻ പറയുകയാണ് നമുക്കത് ചെയ്യാം. പക്ഷെ ഇവിടെ ഈ നാട്ടിൽ ഇത് ഇല്ലീഗലാണ്. പിന്നെ കമ്പനിയുടെ മെമ്മോറാണ്ടം അസോസിയേഷനിൽ അതല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് നിലവിൽ വരുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് കൃത്യമായി എഴുതണം. ഓക്കെയാണ്. അതുപോലെ
കമ്പനി ആക്ട് പ്രകാരം രൂപപ്പെടുന്ന കമ്പനിയുടെ ചാർട്ടെന്നോ ഭരണഘടനയെന്നോ MOO എന്ന് പറയാം. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. വേറെന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണ്, ഇതിന്റെ ബിയോണ്ട് ദി പവേഴ്സ് അൾട്രാ വയേഴ്സ് അധികാര പരിധിക്ക് വെളിയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതെന്തായി മാറുന്നു? നൾ ആൻഡ് വോയിഡ് ആയി മാറുന്നു. അതൊരിക്കലും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. അഥവാ നിങ്ങൾ നടപ്പിലാക്കിയാൽ അതിന് നിയമസാധ്യതയില്ല. നിങ്ങൾക്ക് ഈ കമ്പനിയുടെ MOAയിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ബൈൻഡ് ദി കമ്പനി. എന്താണ് ഡസ് നോട്ട് ബൈൻഡ് ദി കമ്പനി എന്ന് പറയുന്നത്? ആർക്കും കമ്പനിക്കെതിരെ കേസ് കൊടുക്കാനോ കമ്പനി ആർക്കുമെതിരെ കേസ് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെയാണ്, നമുക്ക് കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഡസ് നോട്ട് ബൈൻഡ് ദി കമ്പനി എന്ന് പറയുന്നത്. Protect shareholders and creditors by ensuring company only uses its funds, assets and other authorized activities. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ക്രെഡിറ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, കമ്പനിയെ മൊത്തത്തിൽ അതിന്റെ ഫണ്ടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു അൾട്രാ വയേഴ്സ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ഉള്ളത് കൊണ്ടാണ്. കമ്പനിയെ മിസ്യൂസ് ചെയ്യുന്നു, അതിൽ നിന്ന് സംരക്ഷിക്കും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ഡിസിപ്ലിനിലൂടെയും പിന്നെ ഒരു സുതാര്യത ട്രാൻസ്പെറൻസി വരുത്താനും ഈ ഒരു അൾട്രാ വയേഴ്സ് റൂൾ കൊണ്ട് സാധിക്കുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ചില കോൺസിക്വൻസ് ഉണ്ട് അൾട്രാ വയേഴ്സിന്. അപ്പോൾ ഇത് ചില സമയത്ത് ഈ നമ്മൾ ഒരു അൾട്രാ വയേഴ്സ് നടപ്പിലാക്കിയാൽ ഇത് വോയിഡ് ആയി പോകും, നൾ ആൻഡ് വോയിഡ് ആയി പോകും. ഇത് നമുക്ക് നടപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. ഇതിന്റെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സ് അപ്ലോഡ് ചെയ്താൽ പോലും ഇത് നമ്മൾ നടപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. കാര്യം ബിയോണ്ട് ദി പവറാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ 5 പേരുണ്ട്. നമ്മുടെ 5 പേരുടെയും ആഗ്രഹം ഒരാള് കൊല്ലണം എന്നാണ്. നമ്മൾ 5 പേരും ഒന്നിച്ച് അംഗീകരിക്കുകയാണ് ഇവനെ തീർക്കണം എന്ന്. നമ്മൾ 5 പേരും അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ഇയാളെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷയില്ലേ? ഇത് ലീഗലി ഓക്കെ ആണോ? അല്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു കമ്പനി ഡീല് ചെയ്ത് കഴിയുമ്പോൾ ആ കമ്പനിക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ വേറെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നൾ ആൻഡ് വോയിഡ് ആണ്. അതൊരിക്കലും കനോട്ട് ബി റാറ്റിഫൈഡ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും പറഞ്ഞാലും അതൊന്നും നടപ്പിലാക്കാൻ പാടില്ല. കമ്പനി കനോട്ട് എൻഫോഴ്സ് ഓർ ബി മെയ്ഡ് ലയബിൾ ഫോർ സച്ച് ആക്ട്സ്. അപ്പോൾ കമ്പനി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല, അത് നടപ്പിലാക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇപ്പോ ഒരു കമ്പനി തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഈ കമ്പനിക്ക് ഒന്ന് വികസിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ, കമ്പനിക്ക് നല്ല പൈസ കിട്ടി, അപ്പൊ ഇതിന്റെ പ്രോഡക്ട്സ് വേറെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ കമ്പനീസ് നമുക്ക് പല കമ്പനികളെ അറിയാം. ഇപ്പോൾ വണ്ടർല, വി-ഗാർഡ്, ചിറ്റിലപ്പള്ളി, അതേ പല കമ്പനികളൊക്കെ തുടങ്ങി. അത് വേണ്ടി ലൈസൻസ് എടുത്ത് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഓക്കെ പറഞ്ഞ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകാം, അതിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു കമ്പനി ഒരു പർപ്പസിന് വേണ്ടി തുടങ്ങിയിട്ട് മറ്റൊരു രീതിയിൽ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നതിനാണ് പ്രശ്നം. ഇപ്പോ ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം പറയുന്നത് ഇൻകോർപ്പറേറ്റ് റൺ എ ബുക്ക് സ്റ്റോർ, ഒരു ബുക്ക് സ്റ്റോറുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബുക്ക് സ്റ്റോർ വേണ്ട റെസ്റ്റോറന്റ് ആക്കാന്ന് പറഞ്ഞ് അത് റെസ്റ്റോറന്റ് ആയങ്ങ് ബിസിനസ് മാറി. എന്നാൽ അത് അൾട്രാ വയേഴ്സ് ആണ്. ഇതിന്റെ ലൈസൻസ് എല്ലാം ബുക്ക് സ്റ്റോളുമായി ബന്ധപ്പെട്ടതാണ്. ഇച്ചിരി കഴിയുമ്പോൾ ബുക്ക് സ്റ്റോളിലാവുമല്ല റെസ്റ്റോറന്റ് ആക്കാന്ന് പറഞ്ഞ് അങ്ങനെ അത് ലൈസൻസ് മാറ്റാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ അതിന് MOA മാറ്റി എഴുതിക്കോണം. ഇനി നമ്മൾ പറയുന്നത് സ്കോപ്പ് ഓഫ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സ്കോപ്പ്, അതുപോലെ തന്നെ എക്സെപ്ഷൻ എന്തൊക്കെയാണ്, എഫക്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ആദ്യം തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ പോവുകയാണ്. ഇനി നമ്മൾ പറഞ്ഞു MOA അല്ലെ. MOA എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ് ആണ്, അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ MOA എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അപ്പൊ MOA ആർക്ക് വേണമെങ്കിലും എടുത്ത് പരസ്യമായി വായിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ഇത് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചുമ്മാ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ വർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. MOA പബ്ലിക് ഡോക്യുമെന്റ് ആണ്, ആർക്ക് വേണമെങ്കിലും എടുത്ത് വായിക്കാൻ പറ്റും. അപ്പോ ഈ ഒരു കോൺട്രാക്ട് കണ്ടക്ട് ചെയ്ത വ്യക്തിക്ക് കൃത്യമായി എന്ത് ചെയ്യണം. ഇപ്പൊ ഒരു MOA ഒരാൾ സൈൻ ചെയ്തിട്ട് ആ കമ്പനി അതനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇയാൾ വിചാരിക്കണം വേറെ ഏതായിരുന്നു, ഞാൻ ഒരു ബുക്ക് സ്റ്റോളിന്റെ കമ്പനിയിൽ ഇയാൾ സൈൻ ചെയ്തു.
തിരി കഴിയുമ്പോൾ ഇയാൾ പറയും ഞാൻ റെസ്റ്റോറന്റ് ആണ് എഴുതിയ ഒപ്പിട്ടത്, എനിക്ക് പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാര്യം MOA കൃത്യമായി വായിച്ചു നോക്കിയിട്ട് വേണം ഷെയർ ഹോൾഡർ ജോയിൻ ചെയ്യാൻ. അല്ലാണ്ട് ഇച്ചിരി കഴിയുമ്പം ഞാൻ MOA കൃത്യമായി വായിക്കാം, അപ്പം മറന്നുപോയായിരുന്നു, എനിക്ക് അന്നേരം അബദ്ധം പറ്റി സൈൻ ചെയ്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഈ MOA ഒരാൾ സൈൻ ചെയ്തു, ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞ് സൈൻ ചെയ്തു, പക്ഷേ റെസ്റ്റോറന്റ് ആണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്തത് എങ്കിൽ ഇതൊരു അൾട്രാ വയേഴ്സ് ആണ്. അപ്പോ അല്ലാതെ ഇയാൾ ഇതിനകത്ത് പറയുകയാണ് ബുക്ക് സ്റ്റോള് കുറച്ച് കഴിയുമ്പോൾ ഞാൻ റെസ്റ്റോറന്റ് ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു അൾട്രാ വയേഴ്സ് ആണ്, കംപ്ലൈന്റ് ചെയ്യാം. ഇനി സൈൻ ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ആ കമ്പനി വർക്ക് ചെയ്യുവാണെങ്കിൽ ചുമ്മാ എനിക്ക് അബദ്ധം പറ്റുന്ന പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, മിസ്യൂസ് ചെയ്യാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ക്ലറിക്കൽ സ്റ്റാഫിനെയും അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കമ്പനിയെ മൊത്തത്തിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. ഈ കമ്പനി ഒഫീഷ്യലി ഫോം ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ലീഗൽ ആക്ടിവിറ്റിക്കാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംരക്ഷിച്ച് ഇരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്പനി അധികാര പരിധിയിൽ വരുന്ന ഡയറക്ടേഴ്സിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഇപ്പോ ഒരു ഡയറക്ടർ, ഈ ഡയറക്ടർ ഒരാളെ അപ്പോയിന്റ് ചെയ്യണം, ഒരു പ്രോപ്പറായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യണം, ഒരു ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ജനറൽ അപ്പോയിന്റ്മെന്റ് ആണ്, എന്നാൽ ഡയറക്ടേഴ്സ് മാത്രമാണ് ഇതങ്ങ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു അൾട്രാ വയേഴ്സ് ആണ്. അപ്പോൾ കമ്പനി ഇത് കമ്പനിക്കുള്ളിൽ വരുന്നൊരു കാര്യമാണ് അല്ലെ. അപ്പൊ കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം തീരുമാനിച്ചിട്ട് പറയാം ഓക്കെ ഡയറക്ടേഴ്സിന് ജനറൽ ബോഡി വേണ്ട, പ്രത്യേക അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെ എടുത്തോളൂ എന്ന് വേണമെങ്കിൽ ആർക്ക് തീരുമാനിക്കാം, ഷെയർ ഹോൾഡേഴ്സിന് തീരുമാനിക്കാം. അതായത് ചിലതൊക്കെ ഷെയർ ഹോൾഡേഴ്സ് വിചാരിച്ചാൽ നേരെയാക്കാൻ പറ്റും, എന്നാൽ MOAക്കെതിരെ ഒന്നും ഷെയർ ഹോൾഡേഴ്സിന്റെ പരിധിയിലല്ല. ചില കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന്റെ പരിധിയിലാണ്. അത് രണ്ട് കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ പരിധിയിലായിട്ട് വരുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് അൾട്രാ വയേഴ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അൾട്രാ വയേഴ്സിനെ നമുക്ക് 3ആക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ്, കമ്പനി റിലേറ്റഡ് ആണ്. രണ്ടാമത്തത് ഡയറക്ടർ റിലേറ്റഡ് ആണ്. മൂന്നാമത്തത് ആർട്ടിക്കിൾ റിലേറ്റഡ് ആണ്. ഓക്കെ, കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഒരു MOA ഉണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ MOAയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റത്തില്ല. ഇത് അൾട്രാ വയേഴ്സ് തന്നെയാണ്. ഇത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നൾ ആൻഡ് വോയിഡ് ആണ്. ഇപ്പോ ഒരു കമ്പനി 10 ലക്ഷം ലോൺ എടുക്കുകയാണ്, എന്നാൽ എന്നിട്ട് വേറൊരാൾക്ക് കടം കൊടുക്കുകയാണ്. കമ്പനിയുടെ MOAയിൽ കടം കൊടുക്കുന്ന ഫിനാൻസ് കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് നൾ ആൻഡ് വോയിഡ് ആണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, അൾട്രാ വയേഴ്സ് ആയി മാറുന്നു. ഇതാണ് ഒരു കാര്യം. MOAയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റത്തില്ല. എന്താണ് MOA പറഞ്ഞത് അതുപോലെ മുന്നോട്ട് പോകാനേ പറ്റും. ഇനി ഡയറക്ടറുമായി ബന്ധപ്പെട്ടത്, അൾട്രാ വയേഴ്സ് ടു ഡയറക്ടർ എന്ന് പറയുന്നത് നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് കമ്പനിക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നു, അപ്പൊ കമ്പനി ഈ ഡയറക്ടർ എന്ത് ചെയ്യുന്നു, 50 ലക്ഷം ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് കമ്പനിക്ക് ഇടുന്നു. പെട്ടെന്നുള്ള അത്യാവശ്യമായിരുന്നു കമ്പനിക്ക്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ ഈ ഡയറക്ടർ പറയുന്നു കമ്പനിക്ക് പെട്ടെന്നൊരു എമർജൻസി ഫണ്ട് വേണ്ടി വന്നു 50 ലക്ഷം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിക്കാനോ നിങ്ങളെ അടുത്ത് പറയാനോ പറ്റിയില്ല, ഞാൻ പെട്ടെന്നൊരു ബാങ്കിൽ പോയെന്ന് ലോൺ എടുത്തത് എന്ന് പറയുന്നു. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം പറയുന്നു അതെന്തൊരു പരിപാടിയാണ് കാണിച്ചത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണമായിരുന്നു, അങ്ങനെ നിങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു, കാര്യം നമ്മുടെ MOAയിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ ലോൺ എടുക്കുന്ന കാര്യം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പറയുന്നു ശരി, നിങ്ങൾ ചെയ്തത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, 50 ലക്ഷം നിങ്ങൾ ലോൺ എടുത്തേക്കുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. മേലിൽ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് താക്കീതൊക്കെ കൊടുത്തിട്ട് ആ പൈസ സെറ്റിൽ ആക്കുന്നു. അപ്പൊ ഇത് ഷെയർ ഹോൾഡേഴ്സ് വിചാരിച്ചാൽ ഡയറക്ടർ എടുക്കുന്ന പല തീരുമാനങ്ങളും എന്ത് ചെയ്യാം, ഓക്കെ ആക്കി വിടാം. എന്നാൽ MOAയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ കമ്പനിയുമായി മുന്നോട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് പെട്ടെന്ന് ഒരു പുതിയ പാർട്ടി വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് വിൽക്കേണ്ടി വരും. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റണം എന്നില്ല.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഡയറക്ടറിന് തീരുമാനിക്കാം. അപ്പൊ ഡയറക്ടറിന് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ പവർ കൂടി MOAയിൽ എഴുതി ചേർക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇവർക്ക് കമ്പനി ഇതങ്ങ് ഈ അൾട്രാവയലൻസിനെ നേരെയാക്കാൻ പറ്റും. ഇനി ആർട്ടിക്കിൾ കമ്പനിക്ക് എന്ത് ചെയ്യും, കമ്പനിയുടെ ആർട്ടിക്കിളിലാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് ചില ആർട്ടിക്കിളൊക്കെ ഇതിനകത്ത് ആൾട്ടർ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പോ കമ്പനി എഴുതിയേക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ കടം വാങ്ങാം എന്ന ആർട്ടിക്കിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് 50 ലക്ഷത്തിന്റെ മണി ആവശ്യം വന്നു, ഇയാൾ കടം വാങ്ങിച്ചു, ഡയറക്ടർ കടം വാങ്ങിച്ചു. പിന്നീട് ഇവർ തീരുമാനിച്ചപ്പോ എപ്പോഴും 5 ലക്ഷമൊക്കെ ചെറിയ എമൗണ്ട് ആണ്, 50 ലക്ഷവും 1 കോടിയുടെയൊക്കെ ആവശ്യങ്ങളാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ ആർട്ടിക്കിൾ തിരുത്തിയിട്ട് 5 ലക്ഷം എന്നുള്ളത് 50 ലക്ഷം എന്നാക്കി മാറ്റുന്നു. അപ്പൊ ഇങ്ങനെയും എന്ത് ചെയ്യാം, ഇത് ഈ അൾട്രാവയലൻസ് എന്തല്ല, നൾ ആൻഡ് വോയിഡ് അല്ല. അപ്പം MOAയിൽ ചേഞ്ച് വരുത്തുന്നത് മാത്രമാണ് നൾ ആൻഡ് വോയിഡ്, അല്ലാതെ ഡയറക്ടർ ആൻഡ് ആർട്ടിക്കിൾ ഈ ഒരു അൾട്രാവയലൻസ് ഉണ്ട്. ഇത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാൽ ശരിയാക്കി എടുക്കാം. ആർട്ടിക്കിൾസും തിരുത്താൻ പറ്റും. അപ്പൊ അതൊക്കെ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഇപ്പൊ ചില ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ഇരിക്കുകയാണ്, അവർക്ക് 50 ലക്ഷം രൂപ ലോൺ എടുത്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അവർ ഒരു ഡയറക്ടറെ മാറ്റണം. ഇങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് അറിയിച്ചില്ല, ഇവിടെ ഇത് നടക്കത്തില്ല, ഡയറക്ടറെ മാറ്റാൻ പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും. പർട്ടിക്കുലർ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഇനി ആ ഡയറക്ടർ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, നല്ല സ്വഭാവമുള്ള ഒരാളാണ്, ഒരു കള്ളത്തരവും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അയാളെ കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, ഇനി ഇത് ആവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് താക്കീത് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ആൾക്ക് ജോലിയൊന്നും നഷ്ടപ്പെടുത്തില്ല, പൈസ അങ്ങ് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ്. എന്നാൽ ഇതെന്തായി മാറുന്നില്ല, ഒരു അൾട്രാവയലൻസ് ആയി മാറുന്നില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു ഫേമസ് കേസാണ് നമ്മൾ പറയുന്നത്. ഈ കേസ് എന്ന് പറയുന്നത് ആഷ്ബറി റെയിൽവേയും അതുപോലെ തന്നെ റെയിൽവേ കാരേജ് ആൻഡ് അയൺ ലിമിറ്റഡ് കമ്പനി VS റിച്ചിയുമായി ബന്ധപ്പെട്ട കേസാണ്. റിച്ചി 1875 ഈ കേസ് നടന്നത്. ആഷ്ബറി റെയിൽവേ കാരേജ് ആൻഡ് അയൺ ലിമിറ്റഡ് കമ്പനിയും റിച്ചയുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഈ കേസ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു MOA ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ MOA ഒന്നെന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം, അതുപോലെ തന്നെ ലെൻഡ് ചെയ്യാം. റെയിൽവേ കാരേജസും അതുപോലെ വേഗൻസും ഒക്കെ എന്ത് ചെയ്യാം, സെല്ല് ചെയ്യുകയും ചെയ്യാം, ലെൻഡ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഒരു MOA. രണ്ടാമത്തെ MOA എന്ന് പറയുന്നത് ടു ക്യാരി ബിസിനസ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആൻഡ് ജനറൽ കോൺട്രാക്ടർ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം, ലീസ് ചെയ്യാം, സെല്ല് ചെയ്യാം എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ പർച്ചേസ്, സെല്ല്, മർച്ചൻസ്, കോള്, കൽക്കരി, ടിമ്പർ, തടി, മെറ്റൽസ്, ഇതൊക്കെ ബാക്കി വരുന്നൊക്കെ പർച്ചേസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ കുറെ എന്തുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പൊ റിച്ചി എന്ന് പറയുന്നത്, ഈ റിച്ചിയെ ഡയറക്ടർ ആയിട്ട് ഒപ്പിട്ട് എടുക്കുന്നു. റിച്ചിയെ ഷെയർ ഹോൾഡർ ആയിട്ട് എടുക്കുകയാണ്. റിച്ചി പണം നൽകുകയാണ്. പണം കമ്പനിക്ക് അത്യാവശ്യമായിരുന്നു, റിച്ചി അത് നൽകാൻ തയ്യാറാകുന്നു. അപ്പോഴാണ് കുറച്ച് ഡയറക്ടേഴ്സ് പറയുന്നത് ഇത് നമ്മുടെ കമ്പനിക്ക് എതിരെയാണ്, പെട്ടെന്ന് ഒരാളെ പിടിച്ച് ഡയറക്ടർ ആക്കുന്നത് എതിരെയാണ്, അതുകൊണ്ട് തന്നെ റിച്ചിയെ ഈ കമ്പനിക്ക് വേണ്ട, പൈസ നമുക്ക് വേറെ രീതിയിൽ സംഘടിപ്പിക്കാം. ചിലർ പറയുന്നു ഇതൊരു അൾട്രാവയലൻസ് ആണ്, ഇത് നടക്കത്തില്ല എന്ന് പറയുന്നു. അപ്പൊ റിച്ചി പണം കൊടുക്കാൻ റെഡിയാണ്, റിച്ചിക്ക് ഈ കമ്പനിയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ കുറച്ചു പേര് എതിർക്കുന്നു. അങ്ങനെ റിച്ചി എന്ത് ചെയ്യുന്നു, കേസ് കൊടുക്കുന്നു. എനിക്ക് കമ്പനിയുടെ ഭാഗമാകണം, ഞാൻ കുറച്ച് പൈസ ഓൾറെഡി കൊടുത്തു, അവർ തിരിച്ചു തരാൻ റെഡിയായി നിൽക്കുകയാണ്, എനിക്ക് വേണ്ട, ഞാൻ ബാക്കി കൊണ്ട് കൊടുത്ത് കമ്പനിയുടെ ഭാഗമാകാൻ തയ്യാറാണ് എന്ന് പറയും. അങ്ങനെ കേസ് പറയുകയാണ്. കോടതി പറയുന്നു ഇതൊരു നൾ ആൻഡ് വോയിഡ് ആണ്, ഈ ഒരു കരാർ, ഈ റിച്ചി ഒപ്പിട്ട കരാറ് യാതൊരു ബന്ധവുമില്ല. അപ്പൊ റിച്ചി പറയുന്നു നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ് 2 ഒന്ന് വായിച്ചു നോക്കൂ. ടു ക്യാരി ബിസിനസ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആൻഡ് ജനറൽ കോൺട്രിബ്യൂട്ടേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്, കോൺട്രാക്ടേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജനറൽ കോൺട്രാക്ടർ പർപ്പസിൽ വരുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ജനറൽ മാറ്റേഴ്സ് അല്ലേ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഇവിടെ ഒരു ഒബ്ജക്റ്റീവിനെ നമുക്ക് വായിച്ചൂടെ.
അപ്പൊ എനിക്ക് ഇവിടെ എന്താകാം, ഒരു ഡയറക്ടറായി മുന്നോട്ട് പോകാം എന്ന് റിച്ച് പറയുന്നു. അപ്പൊ കമ്പനി പറഞ്ഞു, ഈ ഒരു കാര്യത്തിന് ശേഷം ആൻഡ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ചേർത്ത് വായിക്കണം, അല്ലാതെ ഇതിന് സ്പെഷ്യൽ മീനിങ് കൊടുക്കരുത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല അതെന്താ അങ്ങനെ. അപ്പൊ ഞാൻ പറയുകയാണ്, അരി, പഞ്ചസാര, തേയില എക്സെട്ര. അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നു ഇങ്ങനെ, അതായത് കടുവ, പുലി, സിംഹം തുടങ്ങിയവ കാട്ടിലെ ജീവികളാണ് എക്സെട്ര. ഇങ്ങനെ വായിച്ചാൽ അരി, പഞ്ചസാര, തേയിലയുടെ ഇവിടെ നിങ്ങൾ ഒരു എക്സെട്ര എന്ന് കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഇതുമായി റിലേറ്റ് ചെയ്ത സാധനങ്ങളാണ് അല്ലെ. അല്ലാതെ ഉടനെ ഇവിടെ ഒരു കടുവയോ പൂച്ചയോ അല്ലെങ്കിൽ മനുഷ്യനെയോ അല്ലെങ്കിൽ ഇവിടെ ഒരു തത്തമ്മയോ ഒരു വൃക്ഷത്തെയോ ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ എക്സെട്രയിൽ ഫില്ല് ചെയ്യാൻ? ഇല്ല. ഇവിടെ അതുപോലെയാണ്, കടുവ, പുലി, സിംഹം എന്നൊക്കെ പറയുമ്പോൾ കാട്ടിലെ ജീവികളാണ്. അപ്പൊ ഇവിടെ അതുപോലുള്ള ജീവി ഇവിടെ വെക്കാൻ പറ്റും. അല്ലാതെ ഇതിന്റെ കൂടെ എക്സെട്രയ്ക്കകത്തോട്ട് കടലയെ വെക്കാം, അല്ലെങ്കിൽ പുലി മറ്റേ പാറ്റയെ വെക്കാം, ചിലന്തയെ വെക്കാം എന്നൊക്കെ പറഞ്ഞ ഈ എക്സെട്ര നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിന്റെ കൂടെ ചേർത്തേ ഇതിനെ വായിക്കാൻ പറ്റും. മെക്കാനിക്കൽ എഞ്ചിനീയർ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമേ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റൂ. അല്ലാതെ ഇതിന് ഇഷ്ടമുള്ളതുപോലെ കോൺട്രാക്ട് ഒപ്പിടാം എന്നിവിടെ അർത്ഥമില്ല എന്ന് കോടതി പറയുകയും റിച്ചിയുമായി ബന്ധപ്പെട്ട ഈ കരാറ് കോടതി റദ്ദ് ചെയ്യുകയും ചെയ്യുന്നു. നൾ ആൻഡ് വോയിഡ് ആണ്, ദിസ് അൾട്രാ വയർസ് MOAയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറയുകയാണ്, അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. ഏതൊക്കെയാണ്? സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയർ. അപ്പൊ അൾട്രാ വയേഴ്സ് 3 നിങ്ങൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? ഒന്ന് MOAയുമായി ബന്ധപ്പെട്ട കമ്പനി, 2 ഡയറക്ടറുമായി ബന്ധപ്പെട്ടത്, 3 ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടത്. ആർട്ടിക്കിൾസും ഡയറക്ടറും നമുക്ക് ഓക്കെ ആണ്, ഒരു വിധത്തിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. MOA നമുക്ക് ഒരിക്കലും ഇത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അൾട്രാ വയേഴ്സ് എടുക്കുമ്പോൾ 2 ടൈപ്സ് ആണ്, സബ്സ്റ്റാൻറ്റേറ്റീവ് ആൻഡ് പ്രൊസീജിയർ. എന്താണ് സബ്സ്റ്റാൻറ്റേറ്റീവ് എന്ന് പറയുന്നത്? സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ DL, അതായത് എന്താണ് ഈ DL എന്ന് ഉദ്ദേശിച്ചത്? എന്താണ് DL? അതായത് ഇവിടെ ഈ DL എന്ന് ഉദ്ദേശിച്ചത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ലെജിസ്ലേഷൻ എന്നാണ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ലെജിസ്ലേഷൻ എന്നാണ്. പേരന്റ് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ആക്ട് ചെയ്യുന്നു. അൾട്രാ വയേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അൾട്രാ വയേഴ്സ് വരുന്നു, അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അൾട്രാ വയേഴ്സ്. ഇൻകോൺസ്റ്റന്റ് പേരന്റ് ആക്ട്, ഇപ്പൊ തുടക്കത്തിലുള്ളതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രവർത്തനമല്ല നടക്കുന്നത്. എന്തെങ്കിലും ഒരു ജനറൽ ലോയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രവർത്തനമല്ല, ആർബിട്രറി ആക്ഷൻ ആണ്, അൺറീസണബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, മാൽഫൈഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, റെട്രോ റെസ്പെക്റ്റീവ്ലി പ്രവർത്തിക്കുകയാണ്. ഇനി ഡെലിഗേറ്റ് ഫർദർ ഡെലിഗേറ്റ്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സബ്സ്റ്റാൻഷ്യൽ ആണ് എന്ന് പറയാൻ പറ്റും. അൾട്രാ വയേഴ്സ് പല രീതിയിലാണ്, ഇതെല്ലാം അൾട്രാ വയേഴ്സ് ആയി മാറുന്നു. ഇനി മറ്റൊരെണ്ണമാണ് പ്രൊസീജറൽ അൾട്രാ വയേഴ്സ്. എന്താണ് പ്രൊസീജറൽ അൾട്രാ വയേഴ്സ്? അതിനകത്ത് തന്നെ പറയുന്നുണ്ട് പ്രൊസീജറുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. പ്രൊസീജറൽ അൾട്രാ വയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഫെയിൽ ചെയ്യുകയാണ് കമ്പനി, എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രൊസീജറൽ റിക്വയർമെന്റ്സ്. അപ്പോൾ അങ്ങനെയാണ് ആ പേരന്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജറൽ റിക്വയർമെന്റ്സ് ഇത് എന്ത് ചെയ്യുന്നു? ഫെയിൽ ആയി പോവുകയാണെങ്കിൽ ഇത് പ്രൊസീജറൽ അൾട്രാ വയേഴ്സ് ആയി മാറുന്നു. അപ്പോ ഇപ്പൊ പ്രൊസീജറുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊസീജറിൽ എന്തെങ്കിലും മാറ്റം വരികയാണ്, അത് ചെയ്യേണ്ട ഒരു പ്രത്യേക പ്രൊസീജർ ഉണ്ട്. ആ പ്രൊസീജറിൽ ഇത് വേറെ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് എന്തായി മാറുന്നു? ഒരു അൾട്രാ വയേഴ്സ് ആയി മാറുകയാണ്. അപ്പോ കണ്ടീഷൻ, നമുക്ക് പ്രൊസീജർ അൾട്രാ വയേഴ്സ് ചെക്ക് ചെയ്യാൻ ഒന്ന് പബ്ലിക്കേഷൻ നോക്കാം. പബ്ലിക്കേഷൻ അതിന്റെ വാലിഡിറ്റി നോക്കും, കൃത്യമാണോ എന്നുള്ളത്. മറ്റൊരെണ്ണം എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡേഷൻ ആണ് നോക്കുന്നത്, ഒഫീഷ്യൽ രീതി, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമായി, അഡ്വൈസറി ബോഡീസുമായി. പിന്നെ അതിന്റെ റൂള് മേക്ക് ചെയ്യുന്നത്, ഇപ്പൊ റൂള് എഴുതാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് മേക്ക് ചെയ്തതിൽ ക്ലറിക്കൽ മിസ്റ്റേക്സ്, അപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തതിലുള്ള മിസ്റ്റേക്സ്. പിന്നെ അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ അഡ്വൈസറി ബോഡി ഒക്കെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ടാണോ, ആ പ്രൊസീജിയേഴ്സ് അവരുടെ വർക്കിംഗ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് നോക്കുന്നു. അതും ഒരു അൾട്രാ വയേഴ്സ് ആയി മാറും. ഇതാണ്
നമ്മുടെ രണ്ട് തരത്തിലുള്ള അൾട്രാ വയർസ്, സബ്സ്റ്റൻറ്റേറ്റീവുമാണ് പ്രൊസീജിയറൽ വ്യത്യാസം. സബ്സ്റ്റൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആ ഒരു MOA ഡിഫറൻസ്, പേരിന്റെ ആക്ഷൻ ഡിഫറൻസ്, ലോ ഫോളോ ചെയ്യാത്തത്, ജുഡീഷ്യൽ റിവ്യൂ പ്രോപ്പർ ആകാത്തത്, ഇതൊക്കെയാണ് അതിന്റെ കാരണം. അപ്പൊ നമ്മൾ രണ്ട് അൾട്രാ വയേഴ്സ് ആണ് ഇവിടെ കണ്ടത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ബാക്കി പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം അൾട്രാ വയേഴ്സ് മീൻസ്. എന്താണ് ടേം അൾട്രാ വയേഴ്സ് എന്ന് വെച്ചാൽ? ആൻസർ, വിത്തിൻ ദി പവേഴ്സ്, ബിയോണ്ട് ദി പവേഴ്സ്, വിത്തൗട്ട് കൺസെന്റ്, ഇല്ലീഗൽ ആക്ട്സ്. ആൻസർ എന്തായിരിക്കും? ലാറ്റിൻ വേർഡ് ആണ്. അർത്ഥം ബിയോണ്ട് ദി പവർ, അധികാരത്തിനപ്പുറം, ഒരു പ്രത്യേക അധികാരത്തിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പഠിച്ചത്. Doctrine of ultra wires is primarily applied to dash partnership firms, sole proprietorships, companies, NGOs. ഇത് കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനി ആക്ട് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടതാണ്. അൾട്രാ വയേഴ്സ് ആക്ട് ബൈ എ കമ്പനി ഈസ് വാലിഡ്, voidable, void ab initio, ratified by shareholders. അപ്പോൾ അൾട്രാ വയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ void ab initio, അതായത് ഇൻവാലിഡ് ഫ്രം ദി ബിഗിനിങ്. വോയിഡ് അബ് ഇനിഷ്യോ ആണ്, ഇൻവാലിഡ് ആണ് ഫ്രം ബിഗിനിങ്. അൾട്രാ വയേഴ്സ് കമ്പനിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വോയിഡ് അബ് ഇനിഷ്യോ എന്ന് നമുക്ക് പറയാം, വോയിഡ് ആൻഡ് നൾ എന്ന് പറയാം. അൾട്രാ വയേഴ്സ് ആക്ട്സ് ആർ ദോസ് ദാറ്റ് ആർ permitted by the memorandum of association, not authorized by the company's memorandum, approved by the board of directors, approved by the government. ഇത് അൾട്രാ വയേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ട്സ് ആർ those that are not authorized by the company's MOA, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അതിനെയാണ് അധികാരത്തിനപ്പുറം, ബിയോണ്ട് ദി പവേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ഡോക്യുമെന്റ് ഡിഫൈൻസ് ദി സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഷെയർ സർട്ടിഫിക്കറ്റ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്. ഏതാണ്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് ഡോക്യുമെന്റ് ഡിഫൈൻ ദി സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി. ഈ കമ്പനി എന്തൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെയാണ് ഇതിന്റെ പർപ്പസ്, എന്താണ് ഇത് ചെയ്യേണ്ടത്, എല്ലാ കാര്യവും കൃത്യമായി എഴുതിയിരിക്കുന്നത് MOAയിലാണ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലാണ്. ഇതാണ് ഇതിന്റെ ഡോക്യുമെന്റ്, ഇതിന്റെ പ്രിൻസിപ്പിൾ. ഈ നിയമത്തിന് വിരുദ്ധമായി ഇത് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ പ്രവർത്തിച്ചാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. If a company acts ultra vires, then such an act can be legalized by shareholder approval, can be legalized by court order, cannot be ratified, can be ignored. അപ്പോൾ ചിലതൊക്കെ നമ്മൾ പറഞ്ഞു, നമുക്ക് ഷെയർ ഹോൾഡറിന്റെ അപ്രൂവൽ വെച്ചിട്ട് ലീഗലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അത് പർട്ടിക്കുലർ കേസ് വെച്ചിട്ടാണ്. ചിലത് ആർട്ടിക്കിൾസ് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് പറ്റും. പക്ഷെ ഒരു അൾട്രാ വയർ ആണ്, കമ്പനി ആക്ട് അനുസരിച്ച് നോക്കുമ്പോൾ അൾട്രാ വയർ ആണെങ്കിൽ ഇത് നമുക്ക് cannot be ratified ആണ്, cannot be ratified. The main purpose of the doctrine of ultra vires is to expand companies' powers, protect investors and creditors, help directors make quick decisions, increase company profits. എന്താണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്? എന്തിനാണ് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്? ഇത് ഇൻവെസ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, അതാണ് ഇൻവെസ്റ്റേഴ്സ്, പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ഉള്ളത്. മനസ്സിലായി? അപ്പൊ ഈ ഒരു 7 ക്വസ്റ്റ്യൻസ് ഇതിന്റെ കൃത്യമായ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് മനസ്സിലായി എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ എന്താണ് ഡോക്ട്രിൻ എന്ന് പറയും? അത് ഒരു പ്രിൻസിപ്പിൾ ആണ്, ഒരു പ്രത്യേക നിയമങ്ങളാണ്, അല്ലെ? ആ നിയമങ്ങൾ എവിടെയാണ് കമ്പനിയിൽ എഴുതി വെക്കുന്നത്? ഇപ്പൊ ഇന്ത്യയിലെ ഒരു കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ കമ്പനി ആക്ട് ഉണ്ട്. ആ ആക്ട്, ഭരണഘടനയിലെ കമ്പനി ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. പിന്നെ ഓരോ കമ്പനികൾക്കും അതിൻ്റെതായ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുമല്ലെങ്കിൽ ചാർട്ടർ എന്ന് പറയാം. ഇതിനെ നമ്മൾ MOA എന്ന് വിളിക്കും, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ MOA വെച്ചിട്ടാണ് ഓരോ കമ്പനിയും പ്രവർത്തിക്കുന്നത്. ഈ MOA വ്യക്തമായി കമ്പനിയുടെ പർപ്പസ്, എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എന്താണ് ഇതിന്റെ രീതികൾ, പ്രൊസീജിയർ, ഇതെല്ലാം കൃത്യമായി എഴുതിയിരിക്കണം. അതനുസരിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ ഇതിനെയാണ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. അൾട്രാ വയേഴ്സ് എന്ന് വെച്ചാൽ ബിയോണ്ട് ദി പവർ എന്നാണ്, അതായത് അധികാരത്തിന് അപ്പുറം എന്നാണ് അർത്ഥം. ഇതൊരു ലാറ്റിൻ വേർഡ് ആണ്. അപ്പൊ കമ്പനി
അതിന്റെ കൃത്യമായ രീതിയിൽ പവറിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ചാർട്ടറിൽ എന്ത് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അത് നൾ ആൻഡ് വോയിഡ് ആയി മാറും. ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു ഷെയർ ഹോൾഡറിനെ, ക്രെഡിറ്ററിനെ, കമ്പനിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം, അതിന്റെ തന്നെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. യു കെയിലാണ് ഇത് 17th സെഞ്ചുറിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഫ്രെയിംവർക്ക് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഒരു റൂളിലേക്ക് എത്തിയത്. ഇത് ക്രെഡിറ്റേഴ്സിനെയും ഇൻവെസ്റ്റേഴ്സിനെയും കമ്പനിയൊക്കെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് പ്രോപ്പറായിട്ട് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കണം, വേറെ രീതിയിൽ ഇത് പോകരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അപ്പോൾ കോൺഫിഡന്റ് ആയിട്ട് മണി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിന്റെ തന്നെ ആക്ടിവിറ്റിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ സാധിക്കും. അപ്പൊ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്പെൻഡിങ്ങിനെയൊക്കെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ തന്നെ ബാധിക്കും, അതുകൊണ്ട് അത് തടയും. ക്ലിയർ ആണ്? അപ്പോൾ ഇത് മുഴുവൻ ഷെയർ ഹോൾഡേഴ്സ് ഒന്നിച്ചു നിന്നാലും കമ്പനിയുടെ ബിയോണ്ട് ദി പവറിന് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. കമ്പനി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമ്മളൊക്കെ നാച്ചുറൽ ലീഗൽ പേഴ്സൺ ആണ്. നമ്മൾ അതാത് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ MOA അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇതിന്റെ ബേസിക് ഐഡിയ കണ്ടു. കോർപ്പറേഷൻ ക്രിയേറ്റഡ് എന്താണ്, സ്പെസിഫിക് പർപ്പസ് ആണ്, ലീഗലായിട്ട് അതിനാണ് ഇത് വന്നേക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വേണം ഇവിടെ പ്രവർത്തിക്കാൻ. ഒരു സ്കൂള് നിർമ്മിച്ചിട്ട് സ്കൂള് കുറച്ച് കഴിയുമ്പോൾ ചന്തയായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, അല്ലെ? അപ്പൊ സ്കൂള് നിർമ്മിച്ചെങ്കിൽ അവിടെ കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളുമായി മുന്നോട്ട് പോകുക. അല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കൂൾ ഞങ്ങൾ നിർത്തി, ഇനി ഞങ്ങൾ ഇവിടെ ചന്തയായിട്ട് ഇച്ചിരി നാളെ പ്രവർത്തിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രാവിലെ ചന്ത, വൈകിട്ട് സ്കൂള്, അങ്ങനെ മതി, അങ്ങനൊന്നും പിന്നീട് അവർക്ക് തീരുമാനം മാറ്റാൻ പറ്റത്തില്ല. അവരെന്തിനാണോ ഇത് നിർമ്മിച്ചത്, എന്താണോ ഇതിന്റെ പർപ്പസ്, അതുമായി മുന്നോട്ട് പോയിക്കോണം. അല്ലെങ്കിൽ ഇത് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആ ബോർഡൊക്കെ എടുത്ത് മാറ്റി ഇതിന്റെ പരിപാടി മാറ്റണം. ഇനി ഇത് ചന്തയാണെന്നുള്ള പുതിയ ബോർഡൊക്കെ വെച്ച് അതിന്റെ സാങ്ഷനൊക്കെ വാങ്ങിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പൊ ആ പവറിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഷെയർ ഹോൾഡറിനെ പ്രൊട്ടക്ട് ചെയ്യും, കോർപ്പറേറ്റ് റിസോഴ്സ് മിസ്യൂസ് ചെയ്യുന്നത് പ്രൊട്ടക്ട് ചെയ്യും, ഡിസിപ്ലിനും ട്രാൻസ്പെറൻസിയും ഉണ്ടാകും. ഇനി നമ്മൾ കണ്ടു ഒരു ബുക്ക് സ്റ്റോള് എന്ന് പറഞ്ഞിട്ട് MOA എടുത്ത് ലൈസൻസ് ഒക്കെ വാങ്ങിച്ച് പിന്നെ അത് റെസ്റ്റോറന്റ് ആകാൻ പാടില്ല. ഇനി സ്കോപ്പ് ഒക്കെ കണ്ടു, എക്സെപ്ഷൻസും ഒക്കെയാണ് നമുക്കിനി കാണാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അൾട്രാ വയേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിനുള്ളിൽ നിന്ന് അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് ഡയറക്ടർമാർക്ക് ഒരു പ്രവൃത്തിക്ക് അംഗീകാരം നൽകാൻ കഴിയും. ഇപ്പൊ കമ്പനിക്കുള്ളിൽ എന്തെങ്കിലും ക്രമരഹിതമായി ഒരു അൾട്രാ വയേഴ്സ് ആക്ട് ഓഹരി ഉടമകൾക്ക് അംഗീകാരം നൽകാൻ പറ്റും. ഇപ്പൊ ഓഹരി ഉടമകൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് ചിലതിനൊക്കെ അംഗീകാരം നൽകാൻ പറ്റും. കമ്പനി അൾട്രാ വയേഴ്സ് നിക്ഷേപത്തിലൂടെ സ്വത്ത് സമ്പാദിച്ചു, ആ സ്വത്തിലേക്കുള്ള കമ്പനിയുടെ അവകാശം എപ്പോഴും സംരക്ഷിക്കപ്പെടാം. അതൊക്കെ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ന്യൂനതകളാണ്. കമ്പനി അൾട്രാ വയേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിട്ട് കുറച്ച് സ്വത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് അവിടെ സംരക്ഷിക്കപ്പെടും കമ്പനിയുടേത്. ഒരു പ്രവൃത്തിയുടെ പെട്ടെന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫലങ്ങൾ നിയമപ്രകാരം വ്യക്തമായി നിരോധിച്ചില്ലെങ്കിൽ അത് കണക്കാക്കാൻ പറ്റത്തില്ല. ഇപ്പോ നമ്മൾ കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു, അപ്പൊ എന്തെങ്കിലും തരത്തിൽ നിയമപരമായിട്ട് അതിനൊരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആവുകയുള്ളൂ. അല്ല അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, തെറ്റാണെന്ന് അറിഞ്ഞാൽ അത് മുന്നോട്ട് പോകുന്നതിന് പ്രശ്നമൊന്നും വരുന്നില്ല. ഇങ്ങനെ കുറച്ച് എക്സെപ്ഷൻ കേസുകളുമുണ്ട്. അപ്പോൾ the directors can authorize an act within the company's object clause but beyond their authority. അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റ് ക്ലോസിൽ നിന്ന് അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് ഡയറക്ടേഴ്സിന് ഒരു പ്രവൃത്തിക്ക് അംഗീകാരം നൽകാൻ കഴിയും. ഇതിന്റെ ഒരു എക്സെപ്ഷൻ ആണ്. ഇനി ഷെയർ ഹോൾഡേഴ്സിന് അപ്രൂവ് ചെയ്യാൻ പറ്റും അൾട്രാ വയേഴ്സ്, അല്ലെ, ഇറഗുലർ വിത്തിൻ ദി കമ്പനി. ഇനി കമ്പനി അൾട്രാ വയേഴ്സ് നിക്ഷേപത്തിലൂടെ സ്വത്ത് സമ്പാദിച്ചു. ദ കമ്പനി അക്വയർസ് പ്രോപ്പർട്ടി ത്രൂ അൾട്രാ വയർ ഇൻവെസ്റ്റ്മെന്റ്. കമ്പനി റൈറ്റ് ടു ദ പ്രോപ്പർട്ടി ക്യാൻ സ്റ്റിൽ ബി ഡിഫെൻഡഡ്. അവിടെ തന്നെ നഷ്ടപ്പെടാതെ അവിടെ തന്നെ നിലനിർത്താൻ കമ്പനിക്ക് അധികാരമുണ്ട്. ഇതൊക്കെ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സിന്റെ കുറച്ച് എക്സെപ്ഷൻസ് കേസാണ്. ഇനി നമ്മൾ അടുത്തത് ഇതാണ്, any incidental or significant effects of an act are not considered ultra vires unless expressly prohibited by statute. ഇത് കൃത്യമായി ഇല്ലീഗൽ ആണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം ചിലപ്പോൾ തുടർന്നിരിക്കും. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ ഏതെങ്കിലും ഫലം നിയമപ്രകാരം വ്യക്തമായി നിരോധിച്ചില്ലെങ്കിൽ അത് കൃത്യമായി കണക്കാക്കണം എന്നില്ല. ഓക്കെയാണ്.
അപ്പൊ ഇത് നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ് ഈ വീട്ടിൽ സിഗരറ്റ് വലി പറ്റില്ല അല്ലെങ്കിൽ കള്ളുകൂടി പറ്റില്ല എന്ന് പറഞ്ഞ് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി കുഞ്ഞുനാളിൽ മുതലേ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവരെ അറിയത്തില്ല, അവർ നോക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നു എങ്കിൽ ഞാനും ചെയ്യാം, തെറ്റല്ല, സിനിമയിലൊക്കെ കാണുന്നു, അങ്ങനെ അവരെന്ത് ചെയ്യും, മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ തന്നെ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഇല്ലീഗലാണ്, ഇവിടെ നിയമപ്രകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെയാണ് ഇവിടെ നിയമപ്രകാരം അത് എപ്പോഴും ഇല്ലീഗൽ അല്ല, കുഴപ്പമൊന്നും ഇല്ലാത്തതാണെങ്കിൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇനി എഫക്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ എഫക്ട്സ് പെട്ടെന്ന് പറയാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മനസ്സിലാക്കാൻ, നിങ്ങൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി നമുക്ക് എഫക്ട്സും കൂടെ നോക്കാം. കമ്പനി അംഗങ്ങൾക്ക് ആ കമ്പനി ഏതെങ്കിലും അൾട്രാവയലൻസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തടയാൻ ഒരു ഇഞ്ചക്ഷൻ പുറപ്പെടുവിക്കാൻ കഴിയും. കമ്പനി അംഗങ്ങൾക്ക് എന്ത് പറ്റും, ഒരു ഇഞ്ചക്ഷൻ പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി, ഇപ്പോൾ ഏതെങ്കിലും അൾട്രാവയലൻസിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ആ കമ്പനിയിലെ ക്ലർക്ക് സ്റ്റാഫ്സ് അവർക്കൊക്കെ പറയാം ഇതൊരു അൾട്രാവയലാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു ഇഞ്ചക്ഷൻ അവർക്ക് പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ആരാണോ അത് നോട്ടീസ് ചെയ്യുന്നത് അയാൾക്ക് ഇഞ്ചക്ഷൻ പുറപ്പെടുവിക്കാം. അൾട്രാവയലൻസ് കരാർ എന്താണ്? അൾട്രാവയലൻസ് കരാർ എന്ന് പറയുന്നത് അൾട്രാവയലാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വോയിഡ് ആണ്. എന്താണ് വോയിഡ് ആൻഡ് അബ് ഇനിഷ്യൂ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന് വന്നത്. വോയിഡ് അൾട്രാവയർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വോയിഡ് ആൻഡ് അബ് ഇനിഷ്യൂ, ഇത് നിലനിൽക്കത്തില്ല. അൾട്രാവയർ ആണെങ്കിൽ അത് നിലനിൽക്കത്തില്ല. അംഗീകാരത്തിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായ പദവി ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ കരാറിൽ ഏർപ്പെടാനുള്ള ആ ഒരു അധികാരം സാധ്യതയില്ല. ഇപ്പൊ റിച്ചെ തന്നെ എനിക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും റിച്ചയ്ക്ക് പറ്റിയില്ല. കാര്യം എന്താണ്, അവിടെ അങ്ങനെ ഒരു പുതിയൊരാളെ എടുക്കുന്ന കാര്യത്തെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു അതോറിറ്റി ഇല്ലീഗലാണ്, വരാൻ പറ്റത്തില്ല. അതിനകത്ത് മെൻഷൻ ചെയ്യാതെ അയാൾക്ക് പുതിയൊരാൾക്ക് അതിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതാണ് അൾട്രാവയലൻസ് എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക കരാറുണ്ട്, ആ കോൺട്രാക്ട് അനുസരിച്ച് വരാൻ പറ്റും. ലിയബിലിറ്റി ഓഫ് ദ കമ്പനി എന്നാണ് ലിയബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. ലിയബിൾ ആണോ എന്ന് നോക്കുന്നു, കമ്പനിയുടെ ബാധ്യതയാണ് നോക്കുന്നത്. അപ്പൊ അൾട്രാവയലൻസ് ആക്ട് മൂലം നാശനഷ്ടങ്ങൾ, കമ്പനിയുടെ ബാധ്യത നോക്കുന്നു. അൾട്രാവയലൻസ് ആക്ട് നടന്നിട്ടുണ്ടെങ്കിൽ MOAയുടെ പരിധിയിൽ വരുന്നതാണ്, ജോലി സമയത്ത് നടന്നതാണ് എന്നുണ്ടെങ്കിൽ ബാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ലിയബിലിറ്റി എന്ന് പറയുമ്പോൾ ലിയബിൾ ആണോ? There is no established principle regarding a company's liability for damages resulting from an ultra-vires act. അൾട്രാവയലൻസ് ആക്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നാശനഷ്ടം, കമ്പനിയുടെ ബാധ്യത സംബന്ധിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒന്നും തന്നെ ഇല്ല. എന്നാലും അൾട്രാവയലൻസോ MOAയുടെ പരിധിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആക്റ്റീവ്ലി ഡ്യൂറിംഗ് വിച്ച് ദ അൾട്രാവയലൻസ് ആക്ട് ഓർ ടോട്ട് occurred falls within the scope of the MOA happened during employment. അപ്പോ it can be convincingly shown that. അപ്പോ ഇതിന് കൃത്യമായ റൂളുകളൊന്നും ഇല്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്ഥിരമായൊരു പ്രിൻസിപ്പിൾസ് ഒന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ജോലി സമയത്ത് സംഭവിച്ചതാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആൾക്ക്, ഇപ്പൊ ഇന്ന ആള് കാരണമാണ് ഇത് സംഭവിച്ചെങ്കിൽ ആൾക്ക് അതിനൊരു ലിയബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. ഇനി വാറന്റി എന്താണ്, നമുക്ക് ബ്രീച്ച് ഓഫ് വാറന്റി നോക്കാം. ആക്സസ് എ കമ്പനി ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം പെർഫോം, അതായത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കമ്പനി നടപ്പാക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി കമ്പനിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഡയറക്ടർ അധികാരത്തിന് അതീതമാണ്. അപ്പൊ കമ്പനി അങ്ങനത്തെ കരാറുകളിൽ എന്തെങ്കിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ വാറന്റി നടക്കത്തില്ല. ഡയറക്ടർമാർ കമ്പനിയുടെ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ വാറന്റി എന്ത് ചെയ്യും, ലംഘിക്കും. അതാണ് ബ്രീച്ച് ഓഫ് വാറന്റി. പ്രൊട്ടക്ഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എന്താണ് ഇവിടെ പറയുന്നത്, ഓഹരി ഉടമകൾ അവരെ സംരക്ഷിക്കുന്നു, അവരുടെ ഫണ്ടുകൾ നിയമാനുസൃതമായി അംഗീകൃതമായി തന്നെ ഉപയോഗിക്കണം, അത് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് കോർപ്പറേറ്റ്സിന്റെ കാര്യമാണ്. അടുത്ത വരുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ കോർപ്പറേറ്റ് പവേഴ്സ് ആണ്. കോർപ്പറേറ്റ് പവേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. ഇത് കമ്പനിയുടെ അധികാരങ്ങൾ അതിന്റെ ചാർട്ടർ അല്ലെങ്കിൽ MOA വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഉള്ളത്. ബിസിനസ് അനധികൃത വിപുലീകരണത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അനധികൃതമായ ബിസിനസ് ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടിയിട്ടാണ്, അത് ലീഗൽ ബൗണ്ടറിയിൽ തന്നെയാണ്. റെസ്ട്രിക്ഷൻസ് ഓൺ കോർപ്പറേറ്റ് അൺഓതറൈസ്ഡ് എക്സ്പാൻഷൻ ബിസിനസ് ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്.
ഇനി ലീഗൽ കോൺസിക്വൻസ് ഫോർ ഡയറക്ടേഴ്സ് എന്താണ്? ഡയറക്ടേഴ്സ് ലീഗലായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുകയാണ്. അപ്പോൾ കമ്പനി അതിന്റെ നിയമപരമായ പരിധിക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കണം. നിയമ നടപടികൾ ഡയറക്ടർമാർ, ഓഫീസർമാർ വ്യക്തിപരമായ ഉത്തരവാദികളായിരിക്കും. എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ അതിൽ ആരാണോ ഏർപ്പെടുന്നത് ആ പ്രത്യേക ഓഫീസേഴ്സ് നിയമ നടപടി നേരിടേണ്ടി വരും. ഇനി മറ്റൊരെണ്ണമാണ് പ്രിസർവേഷൻ ഓഫ് കോർപ്പറേറ്റ്